എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് റൂറൽ ഹെൽത്ത് കെയർ നീഡ്സ് ഫിക്സിംഗ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു വ്യത്യസ്ത തലങ്ങളിലുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഈ രാജ്യത്തിൽ നിലവിലുള്ളത്. അതായത് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള അർബൻ റൂറൽ ഡിവൈഡുകൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് നമ്മുടെ രാജ്യത്ത് അർബൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നഗരവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളും അതല്ലെങ്കിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇവർ രണ്ട് കൂട്ടരായിട്ടുള്ള ആളുകളാണ് ഉണ്ടാവുക. ഇത്തരത്തിൽ വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെയുള്ള ആരോഗ്യ പരിപാലനം എത്തരത്തിലാകണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൽ നിലവിലുണ്ട്. അപ്പൊ ഈ ഡിഫൈൻഡ് സിസ്റ്റത്തിന്റെ അതിനെ എങ്ങനെയാണ് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ ഹരിയാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഭൂപീന്ദർ സിംഗ് ഹൂഡ നമ്മുടെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് റൂറൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയാം? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്. നമ്മളുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 139 കോടി ജനങ്ങളിൽ 91 കോടി ജനങ്ങളും ജീവിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ ഗ്രാമീണ അന്തരീക്ഷങ്ങളാണ് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലാണ്. ഈ ഗ്രാമീണ മേഖലകളിൽ തന്നെ എന്താണ്, അതിൽ 10% ആളുകൾ അവരുടെ അല്ലെങ്കിൽ നഗരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളിലുണ്ട്. ഇവിടെയുള്ള ആളുകൾക്കുള്ള പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രൈമറി ഇൻവെസ്റ്റിഗേഷന്റെ സമയം എന്ന് പറയുന്നത് വളരെ വൈകിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം ട്രീറ്റ്മെന്റ് തുടങ്ങുക തന്നെ. അപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ചിലവുകൾ പലപ്പോഴും രാജ്യത്തിന്റെ ഇക്കണോമിയെ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ചെക്കപ്പ് അല്ലെങ്കിൽ ട്യൂബർക്ലോസിന്റെ ചെക്കപ്പുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, അത് നേരത്തെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ഒരു അഡ്വാൻസ് സ്റ്റേജിൽ എത്തുന്നതിന് മുൻപ് തന്നെ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാനുമുള്ള ഒരു സാധ്യത ഉണ്ട്. എന്നാൽ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, ഈ റൂറൽ ഏരിയ അല്ലെങ്കിൽ ഏതെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹം, ഏതാണ് സാമ്പത്തികപരമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും എന്താണ്, ഇത്തരത്തിലുള്ള പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്തിൽ അല്ലെങ്കിൽ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അവിടെയാണ് WHO ഈ ഒരു പ്രിൻസിപ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. WHO states that ensuring that all people have access to needed health services, including prevention, promotion, treatment, rehabilitation, and palliation of sufficient quality to be effective, while also ensuring that the use of these services does not expose the user the financial hardship. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇതിന്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയാം? ഏതൊരു വ്യക്തിക്കും, അതായത് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനോട് അനുബന്ധമായിട്ടുള്ള ഏതൊരു പരിശോധനകളും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളും സേവനങ്ങളും അദ്ദേഹത്തിന്റെ മൗലികമായ അവകാശങ്ങൾ നിഷ്കർഷിക്കുന്ന തലത്തിൽ അദ്ദേഹത്തിന് ലഭ്യമാകണം. അത് എങ്ങനെയാണ്? അത് ഒരിക്കലും എന്താവാൻ പാടില്ല, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ WHO ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ രാജ്യത്ത് അതിനൊരു വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു കുറച്ച് ഡേറ്റയിലേക്ക് പോകാം. അല്ലെ, നമ്മുടെ രാജ്യത്ത് ഏകദേശം 29,337 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. പക്ഷേ റൂറൽ ഏരിയാസിൽ നമുക്ക് വേണ്ടത് എന്താണ്? 25,743 മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അവിടെയും എന്താണ്, 3,594 എണ്ണം വളരെ കുറവാണ്. അതായത് നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളത് എന്താണ്, 29,337 എണ്ണം വേണ്ടിടത്ത് വെറും 25,743 എണ്ണം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അവിടെയും എന്താണ് കുറവ്? ഒരു 3,594 നമ്മളുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ കുറവുണ്ട്. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എങ്ങനെയാണ്, ഓരോ 10 ഗ്രാമങ്ങൾക്കും എന്താണ്, ഓരോ 10 ഗ്രാമങ്ങൾക്കും എന്തുണ്ടാവണം? ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാവണം. പക്ഷേ നമ്മൾക്ക് എന്താണ്, ഓരോ 25 ഗ്രാമങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഒരു
സിസ്റ്റം ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടാവുക. ഇനി നമുക്കൊരു ഡേറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ രോഗി അനുപാതം എന്ന് പറയുന്നത് 40,000-ന് ഒരു ഡോക്ടറാണ്. അതായത് 40,000-ത്തിലധികം വരുന്ന ജനങ്ങൾക്ക് ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി മെഡിക്കൽ സർവീസ് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക? അതുപോലെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2020, ഇന്ത്യ ഹാസ് 8 hospital beds for a population of 10,000 people. അതായത് 8 അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എത്ര ആളുകൾക്ക്? 10,000 ആളുകൾക്ക് വെറും 8 ഹോസ്പിറ്റൽ ബെഡ് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചൈനയിൽ എന്താണ്? അതിൽ നമ്മൾക്ക് ഒരു 10,000-നും 40-ലധികം ബെഡ് അവർക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണത് വേണ്ടത്? ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്കറിയാം, നമ്മുടെ സബ് സെന്റേഴ്സ് ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഒരു റെഫറൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സാധ്യതയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ മിനിമം എത്ര വേണം? ഒരു 30 ബെഡഡ് ഹോസ്പിറ്റൽ ആയിരിക്കണം. റെഫറൽ യൂണിറ്റ് ഫോർ 4 numbers ഓഫ് PHC വിത്ത് സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് സർവീസസ്. പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് എന്താണ് ഒരു റെഫറൽ യൂണിറ്റിന്റെ ഒരു സബ് സെന്റേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വെച്ചറിയാം 4 മുതൽ 6 വരെ ബെഡ് ഉണ്ടാവണം വിത്ത് എ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജ് ആൻഡ് 14 സബോർഡിനേറ്റഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. Number of PHC with specialized health services. Most peripheral contact point of the community with primary health center care system man with 1 MPW man and MPW woman. അതായത് നമുക്കറിയാം, നമ്മുടെ ഇവിടെയാണ് ഏറ്റവും ആദ്യ ഫസ്റ്റ് ടച്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു അടുത്ത ലെവലിലേക്ക് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും അതിന്റെ അടുത്ത ലെവലിലേക്ക് റെഫറൽ ബോഡി ആയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സും പ്രവർത്തിക്കുന്നു. ഇതിനു മുൻപ് ഇപ്പൊ ഇതെല്ലാം ഒരു റീജിയനിലേക്കുള്ള ഒരു റീജിയൻ എ അല്ലെങ്കിൽ റീജിയൻ ബി സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ആയിട്ടുള്ള നമ്മളുടെ കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ TB പോലുള്ള അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകൾ ഇവരുടെ ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവുന്നുവെങ്കിൽ, ഇത് കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്കറിയാം ഏകദേശം ക്യാൻസറിന്റെ ലോകത്തിലാകെപ്പാടെ ഓരോ വർഷവും മരിക്കുന്നത് 41 മില്യൺ ആളുകളാണ്. ആ മരിക്കുന്ന ആളുകളിൽ 71% എന്താണ്? ക്യാൻസർ ആണ്. ആ 71%-ന്റെ 60% എന്താണ്? 5.87 മില്യൺ ആളുകൾ ക്യാൻസർ മൂലം ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ മരിക്കുന്നത്? പലപ്പോഴും നമ്മൾ പറയാറുള്ളത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താവുന്ന അസുഖമാണ്. എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് ആകുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ നമുക്ക് അറിയിച്ചു തരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ ഹെൽത്ത് എന്ന ഭാഗം ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധ്യതയാണ്. എന്നാൽ ഇത് സ്റ്റേറ്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഈ സംസ്ഥാനവും കേന്ദ്ര സർക്കാരുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ് ഓരോ പൗരന്റെയും ആരോഗ്യം സംരക്ഷണം എന്നതാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് ആണ് ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്ലാക്ക് കാർബൺ? ഇദ്ദേഹത്തിന് നമുക്കറിയാം എന്തോ കരി പോലെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിയിരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിൽ നോക്കുവാണെങ്കിൽ അറിയാം, black carbon has recently emerged as a major contributor to global climatic change, possibly second only to carbon dioxide. As the main driver of change, black carbon particles strongly absorb sunlight and give soot its black color. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് വൺ അമംഗ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതുപോലെ തന്നെ എന്താണ് ഈ ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്നതും എന്താണ്? ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ചൂട് കൂട്ടാൻ സാധിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഡീസൽ എഞ്ചിൻ, അതുപോലെ തന്നെ എന്താണ് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ബയോഫ്യൂവൽസ്, ബയോമാസ്,
ഡീസൽ എഞ്ചിൻ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന അടുപ്പുകൾ, വിറക് കത്തിക്കുന്നത്, അല്ലെങ്കിൽ കാട്ടുതീ ഉണ്ടാവുന്നു. ഇതിൽ നിന്നൊക്കെ എന്തുണ്ടാകാറുണ്ട്? ഇത്തരത്തിലുള്ള ബ്ലാക്ക് കാർബൺസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ബ്ലാക്ക് കാർബൺ കമ്പാരിറ്റീവ്ലി കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കുറഞ്ഞ വളരെ ചെറിയ ആയുസുള്ള ഒന്നാണ്, ഒരു പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആണ് ഈ ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ആക്ടിവിറ്റി, അതായത് ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം കുറച്ചാൽ മതി, ബയോഫ്യൂവൽസിന്റെ ഉപയോഗം കുറച്ചാൽ മതി, അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനുകളുടെ ഉപയോഗം, സ്റ്റൗവിന്റെ ഉപയോഗം, വിറകടുപ്പുകൾ അല്ലെങ്കിൽ വിറകുകൾ കത്തിക്കുന്ന അല്ലെങ്കിൽ കാട്ടുതീ തടയുക എന്നീ പ്രവർത്തനങ്ങൾ ചെയ്താൽ മതിയാകും. ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ഫോർ ദ സെയിം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ came with international solar alliances. Predominantly it uses renewable sources of energy. ഈ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി നമുക്കറിയാം, ഇന്റർനാഷണൽ സോളാർ അലയൻസ് സോളാർ എനർജി മൂലം അല്ലെങ്കിൽ സോളാർ എനർജിയിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഈ ഇലക്ട്രിസിറ്റി പലപ്പോഴും എന്താണ്, ഒരു ഗ്രീൻ എനർജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വാഹനങ്ങൾക്ക് എന്താണ് CNG ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള ഗ്രീൻ എനർജികളുടെ മാക്സിമം യൂട്ടിലൈസേഷൻ ഉപയോഗിക്കാം. അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഗവൺമെന്റ് ഓഫ് കേരള വന്നിരിക്കുന്നത്. ഇന്ന് ഈ പുതിയ ബജറ്റുമായിട്ട് ഏകദേശം 3000-ലധികം CNG ബസ്സുകൾ വാങ്ങിക്കാൻ പോകുന്നു. ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എന്തിനെ കുറയ്ക്കാൻ പറ്റും? ബ്ലാക്ക് കാർബണിന്റെ അല്ലെങ്കിൽ എമിഷനെ കുറയ്ക്കാൻ സാധിക്കുന്നു. റെഡ്യൂസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഈസ് എസെൻഷ്യൽ ടു അവോയ്ഡ് ദ വേഴ്സ്റ്റ് ഇമ്പാക്ട് ഓഫ് ഫ്യൂച്ചർ ക്ലൈമറ്റ് ചേഞ്ച്, ബട്ട് കാർബൺ ഡൈ ഓക്സൈഡ് has such a long atmospheric lifetime that it will take several decades for carbon dioxide concentrations to begin to stabilize after emission reduction begin. In contrast, black carbon remains in the atmosphere for only for few weeks. So cutting its emission would immediately reduce the rate of warming, particularly in the rapidly changing Arctic Circle. അപ്പോൾ നമുക്കറിയാം, ഇത്തരത്തിലുള്ള കാർബൺ സർക്കിൾ അല്ലെങ്കിൽ കാർബൺ ബ്ലാക്ക് കാർബണിന്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രവർത്തനം കുറയ്ക്കണമെങ്കിൽ നമ്മളുടെ മാനുഷികമായിട്ടും അല്ലെങ്കിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഡീസൽ എഞ്ചിനുകളുടെ അല്ലെങ്കിൽ അതുപോലുള്ള ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗം കുറയ്ക്കുക ആൻഡ് ഷിഫ്റ്റ് ടു ഗ്രീൻ എനർജി. അതായത് ഇത് ബ്ലാക്ക് കാർബണിന്റെ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, അപ്പൊ ഇതിനെ വേൾഡ് ബാങ്ക് ആണ് ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത്. ചിലപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ട്. A black carbon deposit produced by human activity which accelerates the pace of glacier and snow melt in Himalayan region can be sharply reduced through new currently feasible policies by an additional 54% from current levels, a study by World Bank specialist has said. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു സംഘടന ഏതാണ്? ചിലപ്പോൾ നമ്മൾ വേണമെങ്കിൽ ചോദിക്കാം, ഏതെങ്കിലും ഒരു UN-ന്റെ സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതായിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേര് തന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇതിനെ ബ്ലാക്ക് കാർബണിനെ കുറിച്ച് പഠനം നടത്തിയത് വേൾഡ് ബാങ്കിന്റെ എക്സ്പെർട്ട് ഗ്രൂപ്പാണ്. അതുപോലെ നമുക്കറിയാം, ബ്ലാക്ക് കാർബൺ ഇസ് എ ഷോർട്ട് ലിവ്ഡ് pollutant that is the second largest contributor to warming the planet behind the carbon dioxide. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. Unlike other greenhouse gas emissions, black carbon is quickly washed out and can be eliminated from the atmosphere if emission stops. അതായത് നമ്മൾക്കറിയാം, ഈ തരത്തിലുള്ള എമിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can control the creation of black carbon as well. Some of the ongoing policy measures നമുക്കറിയാം, ഇന്നത്തെ CNG ബസ്സുകൾ വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വളരെ കൂട്ടുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഛത്തീസ്ഗഡ് എന്താണ് എല്ലാ ഗവൺമെന്റ് വെഹിക്കിൾസും ഇലക്ട്രിക് വെഹിക്കിൾ ആക്കി മാറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇനിഷ്യേറ്റീവ്സ് നമ്മൾ അറിയാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, നമ്മുടെ ഗുരുഗ്രാം ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ സോളാർ അലയൻസ്, നമുക്കറിയാം ഭൂമിയിലെ ഇത് 0 ഡിഗ്രി, ഇത് 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത്. ഈ 23.5 ഡിഗ്രി സൗത്തിലും അല്ലെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള ഇതിനെയാണ് നമ്മൾ ട്രോപ്പിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഒരു രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഗ്രീൻ എനർജിക്ക് വേണ്ടിയുള്ള സംഘടനയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിലെ ഗുരുഗ്രാമിലാണ്. ഈ ഗുരുഗ്രാമിൽ ഉള്ള ഇതൊരു ഇനിഷ്യേറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ യൂണിയൻ ബജറ്റിൽ കൊടുത്തിരിക്കുന്ന ചില പ്രത്യേകതകൾ, അതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ
റോഡ് ടാക്സിൽ 5 വർഷത്തേക്ക് എന്താണ് 50% ടാക്സ് മാത്രം അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ എന്താണ് ഇവർക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ITR നിന്ന് 2.5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന്റെ ഒരു റിബേറ്റും, ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഇന്നത്തെ ബജറ്റിൽ പറയുന്നുണ്ട് എന്താണ് ഡെലിവറി ബോയ്സിന് എന്താണ് ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കുകൾ വാങ്ങിക്കാൻ വേണ്ടി ലോണുകൾ എന്താണ് സബ്സിഡൈസ്ഡ് നിരക്കിൽ ലോണുകൾ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇനിഷ്യേറ്റീവ്സ് എന്താണ് എപ്പോഴും ഒരു ഗ്രീൻ എനർജിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് എന്തൊക്കെ സഹായം? ഡെപ്പോസിറ്റ്സ് ഓഫ് BC act in 2 ways: hastening the pace of glacier melt by decreasing surface reflectance of sunlight and by raising air temperature. ഈ 2 രീതിയിലാണ് ഇത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സ്പെസിഫിക്കലി ഇൻ ദ ഹിമാലയാസ് reducing black carbon emission from cook stoves, diesel engines and open burning would have significantly could have the greatest impact and could significantly reduce radiative forcing and help to maintain a greater portion of Himalayan glacier. Lastly, industry ഇതിനൊരു ഒരു ഡേറ്റ കൂടി ഓർക്കണം. അതായത് ഏറ്റവും കൂടുതൽ പ്രൈമർലി ബ്രിക്ക് ആൻഡ് റെസിഡൻഷ്യൽ ബേണിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇതിനുണ്ട്, 45 മുതൽ 66% വരെ. അതുപോലെ തന്നെ എന്താണ് റോഡ് ഡീസൽ ഫ്യൂവൽ 7 മുതൽ 18% വരെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഓപ്പൺ ബേണിംഗ് വരുന്നത് ഏകദേശം 3% മാത്രമാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത്? നമ്മളുടെ റെസിഡൻഷ്യൽ ബേണിംഗിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സാഹചര്യം ബ്ലാക്ക് കാർബണിന്റെ ഒരു എമിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഓൺ ക്ലീൻ എനർജി, ഹെൽത്ത് നീതി ഇൻഡെക്സ്. ഇപ്പൊ നീതി ഇൻഡെക്സ് ആരാണ് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നീതി ഇൻഡെക്സ് പുറത്തിറക്കുന്നത് നീതി ആയോഗ് ലോഞ്ച് ദ ഇൻഡെക്സ് ഇൻ 2018. ഇതൊരു പോയിന്റ് ഓർത്ത് വെക്കുക. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ എന്താണ് അതൊരു ചോദ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിന് അത് നമ്മൾ ഗിനി കോഎഫിഷ്യന്റ്, അതുപോലെ തന്നെ പാൽമ റേഷ്യോ, ഇത് രണ്ടും എന്താണ് ഈ 2020 അതെന്താണ് നമ്മൾക്ക് പറയുന്നതിന് മുൻപ് ഇത് രണ്ടും എന്താണ് 2020 ഇൻഡെക്സിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. Such economic measures have been omitted from the indicators used for the Sustainable Development Goal in the 2020 edition of the Indian Index. Instead, it gives greater weightage to social equality indicators such as percentage of women and scheduled caste, scheduled tribe representatives in state legislature and Panchayati Raj institutions, and the level of crime against SC or ST community. ഇങ്ങനെയുള്ള ചില ഗിനി കോഎഫിഷ്യന്റിനെയും പാൽമ റേഷ്യോയെ ഒഴിവാക്കിയിട്ട് മറ്റു ചില എന്താണ് സാധ്യതകൾ, അതായത് സോഷ്യൽ ഇക്വാലിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് എങ്ങനെയാണ് സ്ത്രീകളുടെയും SC/ST പ്രാതിനിധ്യം എവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും പഞ്ചായത്തി രാജിലുമുള്ള ഒരു പ്രാതിനിധ്യം കണക്കിലെടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇവർക്കെതിരെയുള്ള ക്രൈമിന്റെ റേറ്റുകൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ദ only economic indicator this year is the percentage of population in the lowest 2 wealth qualities. The country score on the sustainable development goal related to industry and infrastructure has dropped to 10 points to 55. The clean water and sanitation also saw a 5-point drop and so on. ഇങ്ങനെയുള്ള ഡേറ്റകൾ ഓർത്ത് വെക്കാം. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാം നോ പോവർട്ടിയില് തമിഴ്നാടാണ് ടോപ്പായിട്ട് വരുന്നത്, സീറോ ഹൈങ്കർ കേരളയാണ്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ഗുജറാത്ത് ആണ്. ഈ ഒരു സാഹചര്യം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയാം. ഇന്ത്യ ഇൻഡെക്സ്, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 2018. The index has been comprehensively documenting and ranking the progress made by states and union territories towards achieving the sustainable development goal. ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇത് എന്താണ് റാങ്ക് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് എന്താണ് ഡോക്യുമെന്റ് ചെയ്തത്? ഓരോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഗോൾസിന്റെ ഒക്കെ ഉള്ള യാത്രയിൽ ഓരോ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റുകളെയാണ് ഈ ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. The 100 being the highest score, it implies that states and UTs has achieved the target set by 2013. Zero score implies that state is at the bottom of the table. Niti Aayog has a twin mandate to oversee the adoption and monitoring the sustainable development goal in the country and also to promote cooperative and
കോമ്പറ്റേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം എമംഗ് സ്റ്റേറ്റ് ആൻഡ് യൂട്ടീസ്. നമുക്കറിയാം നീതി ആയോഗ് എന്ന് പറയുന്നത് നമ്മളുടെ സോക്കോൾ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഒരിക്കലും ഇതിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും ട്രിക്കിൾ ഡൗൺ ഇഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ബോട്ട് ടു അപ്പം, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ എപ്പോഴും എന്താണ് ട്രിക്കിൾ ഡൗൺ ഇഫക്റ്റ് ആയിരുന്നെങ്കിൽ ഇതൊരു ബോട്ട് ടു അപ്രോച്ച് ആണ് നീതി ആയോഗ് ചെയ്യുന്നത്. ഇവർക്ക് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ അഡോപ്ഷനെയും അല്ലെങ്കിൽ അതിന്റെ മോണിറ്ററിങ്ങും സ്റ്റേറ്റുകളുടെ അഡോപ്ഷനെ മോണിറ്റർ ചെയ്യുക. രണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള കോപ്പറേറ്റീവ് ഫെഡറലിസം, സംസ്ഥാനങ്ങൾ തമ്മിലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തമ്മിൽ ഫെഡറൽ സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. ആ ഫെഡറലിസത്തിനെ സംരക്ഷിച്ചു പിടിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? നീതി ആയോഗിനുണ്ട്. SDG India Index 2021 developed in the collaboration with United Nations India track the progress of all states UTs 115 indicators that are aligned to MOSPI National Indicator Framework. In this current edition, 115 indicators incorporated 16 out of 17 Sustainable Development Goals. അടുത്തത് എന്താണ് നീതി ആയോഗ് നോക്കാം. It is to achieve Sustainable Development Goal and foster involvement and participation in the economic policy making process by the state government of India. രണ്ട്, the important mandate of Niti Ayog is to bring cooperative federalism and to improve center state policy as well. Niti Ayoginte full form endana? National Institution for Transforming India. Ayog is the Hindi word for commission. In the commission enna vaakinte oru Hindi word aanu Ayog. Established by NDA government after having dissolved the planning commission. Adayithu idinte mungami planning commission aayirunnu. Formation ennaayirunnu 1st January 2015. First meeting 8 February 2015. It is the government of India think tank policy. ഇതൊരു തിങ്ക് ടാങ്ക് ആണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള പ്രിലിംസിനോ അല്ലെങ്കിൽ നമ്മളുടെ PSC എക്സാംസിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്നാണ് നീതി ആയോഗ് ഫോം ചെയ്തത്? എന്നാണ് നീതി ആയോഗ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്? ആയോഗ് എന്ന വാക്കിന്റെ മലയാളം അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ഉത്തരവാദിത്വം എന്താണ്? സെൻട്രൽ കോപ്പറേറ്റീവ് ഫെഡറലിസം ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ സംസ്ഥാനങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനങ്ങളെ റാങ്ക് ചെയ്യുകയും ആണ് ഈ നീതി ആയോഗിന്റെ ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ ഗിനി കോഎഫിഷ്യന്റിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് സംടൈം ഈസ് കോൾഡ് ദ ഗിനി ഇൻഡെക്സ് ഓർ ഗിനി റേഷ്യോ. It is a measure of statistical dispersion intended to represent the income inequality of wealth or wealth inequality within a nation or any group of people. It was developed by Italian statistician and sociologist Corrado Gini. ഇതെന്താണ്? ഒരു സമൂഹത്തിലെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെയോ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഇൻഇക്വാലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചികയാണ് ഗിനി കോഎഫിഷ്യന്റ്. The Palmer ratio is an alternative to the Gini index and focus on the difference between those in the top and bottom ഇൻകം ബ്രാക്കറ്റ്. അതായത് ടോപ്പ് ഇൻകം അല്ലെങ്കിൽ ബോട്ടം ഇൻകം ബ്രാക്കറ്റിലുള്ളവരുടെ തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ അല്ലെങ്കിൽ റേഷ്യോയാണ് പാൽമർ റേഷ്യോ കണക്കാക്കുന്നത്. ദ റേഷ്യോ ടേക്സ് ദ റിച്ചസ്റ്റ് 10% ഓഫ് ദ പോപ്പുലേഷൻ, ഷെയർസ് ഗ്രോസ് നാഷണൽ ഇൻകം ആൻഡ് ഡിവൈഡ്സ് ഇറ്റ് ബൈ ദ പുവറസ്റ്റ് ഇൻ ബൈ 40% ഓഫ് ദ പോപ്പുലേഷൻ സ്റ്റേറ്റ്. ഇത് രണ്ടും എന്താണ് നമ്മൾ 2020 എന്താണ് ഇൻഡെക്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള രണ്ട് എക്കണോമിക് ടേംസ് ആണ്. അടുത്തത് PMGKAY, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. അപ്പൊ എന്താണ് ഗരീബ് കല്യാൺ പാക്കേജ് അല്ലെങ്കിൽ കല്യാൺ യോജന പാക്കേജ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതിന് 2013 നമ്മളുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണം അവകാശമായ, അതായത് ആർട്ടിക്കിൾ 21 ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫിന്റെ കീഴിലേക്ക് വന്നതിനെ അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്ത ഒന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയാം. ആ സമയത്ത് നമ്മളുടെ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട്, വളരെ പ്രശസ്തമായ വാചകമാണ്. എന്താണ്? ഇന്ത്യയിൽ ആരും എന്താണ് അത്താഴമുണ്ണാതെ ഉറങ്ങാൻ പോകാൻ പാടില്ല എന്ന ഉദ്ദേശത്തിലാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ് PMGKAY എന്ന് പറയും, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇതിന് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോവിഡ് 19 കൊണ്ടുവന്നിട്ടുള്ള
ഒരു അൺഅറസ്റ്റിൽ നിന്നാണ് ഈ ഒരു PMGKAYയുടെ ജനനം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ ജനങ്ങളുടെ ജോബ് ലോസുകൾ വളരെ കൂടിയിട്ടുണ്ട്. അതുപോലെ ജോബ് ലോസുകൾ കൂടുകയും ഇൻകം കുറയുകയും ചെയ്തതിനാൽ ഈ ജനങ്ങൾക്ക് എന്താണ് ഫുഡ് അവൈലബിലിറ്റിയും എന്തായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണ് മൈഗ്രേഷൻ, റൂറൽ അർബൻ മൈഗ്രേഷൻ കൂടുകയും തൊഴിൽ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഈ അർബൻ ഏരിയയിൽ പോവർട്ടി, അതുപോലെ തന്നെ എന്താണ് പോവർട്ടിയും ഹങ്കറും വളരെ കൂടാൻ ഉള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അർബൻ ഏരിയയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ റൂറൽ നിന്ന് അർബൻ റൂറൽ ഡിവൈഡ്. അപ്പൊ അർബൻ ഏരിയയിലുള്ള 54% ആളുകൾ എന്താണ് ആഹാരം വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ PMGKAYയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും എന്ത് കിട്ടും? അവരുടെ ആഹാരത്തിന് അല്ലെങ്കിൽ 5 കിലോ, ഒരു വ്യക്തിക്ക് 5 കിലോ വീതമുള്ള അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ സൗജന്യമായി നൽകുന്ന ഒരു പ്രൊജക്റ്റ് ആണ് PMGKAY എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2011 സെൻസസ് പ്രകാരമാണ് ഇത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. സോ ദാറ്റ് millions of population are out of this purview of this PMGKAY. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട്, ഒരു ഡ്രോബാക്ക് ആണ് നമുക്കറിയാം. എന്നാൽ എന്താണ്, ഒരു 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ് വീതം ഓരോ കുടുംബത്തിലെയും ഓരോ വ്യക്തിക്കും നൽകുന്ന ഒരു വിശാലമായ ഒരു പ്രൊജക്റ്റ് ആണ് PMGKAY എന്ന് പറയാം. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. PMGKAY is a part of പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് to help poor fight the battle against COVID-19. ഇതിന്റെ നോഡൽ ഏജൻസി ഏതാണ്? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് ഇതിന്റെ മേൽനോട്ടം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇനീഷ്യലി അനൗൺസ്ഡ് ഫോർ എ 3-month പീരിയഡ്, April, May, June 2020, covering 80 crore ration card holders. Later it was extended till 2020 November. However, in April 2021, the government has announced its decisions to restart the PMGKAY. The scheme is aimed to providing each person, ഓരോ വ്യക്തിക്കും എന്താണ്, who is covered under the National Food Security Act, 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക്, ഓരോ വ്യക്തികൾക്കും, ഓരോ കുടുംബത്തിലെയും ഓരോ ആളുകൾക്കും അഡീഷണൽ 5 കിലോഗ്രാം ധാന്യങ്ങൾ നൽകുന്നു, ഒന്നുകിൽ ഗോതമ്പ് അല്ലെങ്കിൽ അരി, ഫോർ ഫ്രീ. In addition to the 5 kilogram of subsidized food grain already provided through public distribution system. നമ്മുടെ റേഷൻ കടകളിൽ കൂടി ഓരോ വ്യക്തികൾക്കും എന്താണ് 5 കിലോ വീതമുള്ള സബ്സിഡൈസ്ഡ് റൈസ് അല്ലെങ്കിൽ വീറ്റിനോടൊപ്പം തന്നെ എന്താണ് അഡീഷണൽ 5 കിലോഗ്രാം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നൽകുന്നു ഓരോ വ്യക്തിക്കും. The new version of the PMGKAY lacks one of its important components. It was there in 2020 PMGKAY. Free of cost 1 kilogram pulses per month to each household covered under NFSA. ആകെപ്പാടെയുള്ള ഒരു വ്യത്യാസം എന്താണ്, 1 കിലോഗ്രാം എന്താണ് പൾസസ് ഒഴിവാക്കിയത് മാത്രമാണ് ഇവിടെ ഉണ്ടായ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഏകദേശം 26,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ്. The India Index is intended to provide a holistic view on the social, economic, and environmental status of the country and its stats and UTIs. Goal 12, 13, and 14 and 17 are excluded from SDG India Index. Center and the states UTs have the mandate to oversee the adoption and monitoring of SDG. It was launched in the year 2028. ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് ഈസ് ഇന്റൻഡഡ് ടു പ്രൊവൈഡ് എ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രി ആൻഡ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്. In the current edition 2021, 115 indicators incorporate 16 out of 70 SDG with a qualitative assessment on goal 17. Niti Aayog has a twin mandate to oversee the adoption and monitoring SDGs in the country and also promote cooperative and federalism among state and the UTs. Sustainable Development Goal India Index was first launched in 2018. അപ്പോൾ നമുക്ക് നോക്കാം
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത്, consider the following statements on black carbon. They are short-lived pollutants considered the second largest contributor to warming the planet. രണ്ട്, accelerating the use of liquefied petroleum gas for cooking can cut BC emission. BC deposit increases the surface reflectance of sunlight. BC deposit raise air temperature. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. അപ്പം ഏതൊക്കെയാണ് ശരി നമുക്ക് നോക്കാം. ബ്ലാക്ക് കാർബൺ ഡെപ്പോസിറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി ആക്സിലറേറ്റഡ് ദ പേസ് ഓഫ് ഗ്ലേസിയർ ആൻഡ് സ്നോ മെൽറ്റ് ഇൻ ദ ഹിമാലയൻ റീജിയൻ. BC is produced by incomplete combustion of fossil oil. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Biomass and emission. It is a short-lived pollutant and it is the second largest contributor to warming the planet after carbon dioxide. Accelerating the use of liquefied petroleum gas for cooking and through clean cook stove program can cut BC emission. ശരിയാണ്. Deposition of BC decreases the surface reflectance of sunlight, thereby hastening the, okay, അത് ശരിയാണ്. It raises temperature. ഇപ്പൊ ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഇത് കാരണം ഒരു ടെമ്പറേച്ചർ കൂടാൻ കാരണമാകുന്നുണ്ട്, റിഫ്ലക്റ്റൻസ് കൂടുന്നുണ്ട്, ലിക്വിഫൈഡ് പെട്രോളിയത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ സെക്കൻഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അല്ല, ആഫ്റ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ഏതാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? ഇത് മാത്രമല്ല, അതായത് ആക്സലറേറ്റിംഗ് ദി യൂസ് ഓഫ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് മാത്രമല്ല, അല്ലെങ്കിൽ അതുപോലെ എന്താണ് ക്ലീൻ കുക്ക് സിസ്റ്റംസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി 1, 3 and 4 ആർ ദ കറക്റ്റ് ആൻസേഴ്സ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട, ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതൊന്നുകൂടെ വായിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ പത്രം കൃത്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ആർട്ടിക്കിളുകൾ നമുക്ക് ഇന്നത്തെ ഹിന്ദുവിൽ നിന്ന് ലഭിക്കും. അതിനുശേഷം ഈ വീഡിയോസും കാണാൻ ശ്രമിക്കുക.